ജനങ്ങളെ ബോധവൽക്കരിക്കണം. സർക്കാരിന്റെ ഈ സമീപനത്തെ കുറിച്ച് ജനങ്ങളോട് ഗൗരവത്തോടുകൂടി പറയണം എന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാം ഒന്നിച്ചുകൂടി തീരുമാനിച്ചു. എന്താ ഉണ്ടായത്? പിറ്റേന്ന് ഒന്നിരുട്ടി നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ ജിഫ്രി തങ്ങൾ സമുദായത്തിന്റെ ഒറ്റുകാരനായി, ഇത് പള്ളി പറയേണ്ട വിഷയമല്ല, പള്ളി പറയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. കേരള നേതൃത്വ മുജാഹിദീന്റെ അധ്യക്ഷൻ ആദരണീയനായ ടി.പി. അബ്ദുള്ള കോയ അതിന് പറഞ്ഞു, ഇത് പള്ളിയുടെ കാര്യമാണ്, ഇത് സമുദായത്തിന്റെ കാര്യമാണ്, ഇത് പള്ളികളിലാണ് ഞങ്ങൾ പറയുക. സമസ്തക്കാരായ ആളുകൾ പോലും ആ പ്രഖ്യാപനം ഏറ്റെടുത്തു. ജിഫ്രി തങ്ങളെ മാറ്റി നിർത്തി പള്ളികളിൽ ഈ വിഷയം ആളുകളോട് പറഞ്ഞു. അന്ന് തുടങ്ങി ഈ സമുദായത്തിന്റെ ഒറ്റുകാരനായി അയാൾ രംഗത്ത് വരികയും സമുദായ താല്പര്യങ്ങളെ ബലികഴിക്കാൻ, സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് അനുകൂലികൾ എന്നൊരു വിഭാഗം, മുസ്ലിം ലീഗിനെ അനുകൂലിക്കാത്തവർ എന്ന രണ്ട് വിഭാഗത്തെ ആ സമസ്തയിൽ സൃഷ്ടിച്ചെടുത്തു. സമസ്തക്കാർക്ക് മറക്കാൻ കഴിയോ മുസ്ലിം ലീഗിനെ? 1989 പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഹുങ്കോടുകൂടി സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കി ഒരു വിഭാഗം ആളുകൾ പുറത്തു പോവുകയും പള്ളികളും സ്ഥാപനങ്ങളും മദ്രസകളും പിടിച്ചെടുക്കാൻ കഴിയാത്തത് പൂട്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോ സമസ്തയുടെ സ്ഥാപനങ്ങൾ കുറക്കൊഴിഞ്ഞ് കാവൽ നിന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായിരുന്നില്ലേ? ആ മുസ്ലിം ലീഗിനെ പരിഗണിക്കാതെ, ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായ സമസ്തക്കാരെ പരിഗണിക്കാതെ, മുസ്ലിം ലീഗുകാരായ മുജാഹിദികളെയല്ല, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ് എന്നതുകൊണ്ട് ആ സമസ്തക്കാരെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ഒരു സമീപനം ഈ ജിഫ്രി സമസ്തയിലേക്ക് കൊണ്ടുവന്നു. എന്താ കൊണ്ടുവരാൻ കാരണം? ഈ 1989 കാന്തപുരം വിഭാഗത്തിന്റെ ഹുങ്കിനോട് പോരാടി സമസ്തയുടെ സ്ഥാപനങ്ങളും സമസ്തയുടെ പള്ളികളും സമസ്തയുടെ മദ്രസകളും സംരക്ഷിക്കാൻ ലീഗുകാരായ സമസ്തക്കാർ നെട്ടോട്ടമോടിയിരുന്ന സമയത്ത് ജിഫ്രി തങ്ങൾ സമസ്തയുടെ 4 അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല. അയാൾക്കതിന്റെ വിലയറിയില്ല. ആ സംഘടിത ശക്തിയുടെ ബലം ജിഫ്രി തങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ സമസ്തയെ ഭിന്നിപ്പിക്കാൻ, സമസ്തയിൽ ഇങ്ങനെ ഇരുവിഭാഗത്തെ സൃഷ്ടിച്ചെടുത്ത് അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വളരെ ആസൂത്രിതമായ ശ്രമമാണ് ജിഫ്രി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലാണ് 100ാം വാർഷികം ഈ പറഞ്ഞതുപോലെ സമവായവും സമവായ കമ്മിറ്റിയും മേൽക്കമ്മിറ്റിയും കോർഡിനേഷൻ കമ്മിറ്റിയും കോർ കമ്മിറ്റിയും അതിന്റെ മുകളിൽ വേറെ കമ്മിറ്റിയും ഒക്കെയായി കമ്മിറ്റികൾ രൂപീകരിച്ച് പരസ്പരം സോഷ്യൽ മീഡിയകളിൽ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് സമസ്തയെ കൊണ്ടുപോയി എത്തിച്ചത് നിങ്ങൾ അറിയോ? ഏതുവരെ എന്ന് ചോദിച്ചാൽ ലീഗ് അനുകൂലികളായ സമസ്തക്കാർ ഫലസ്തീനികൾക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾ ഒരുമിച്ച് കൂടണം, ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോ അതിനെപ്പോലും പരിഹസിച്ചുകൊണ്ട്, അതിനെപ്പോലും പുച്ഛിച്ചുകൊണ്ട്, അതിനെപ്പോലും ആക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ ഈ ജിഫ്രി തങ്ങളെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തയ്യാറായി. ഇതൊക്കെ ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചതിന്റെ ഫലമാണ് ഇവർ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് അന്ന് തുടങ്ങിയതാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി. ഇവരൊക്കെ അതിലുണ്ടായിരുന്നു, അന്നത്തെ തലമുതിർന്ന പണ്ഡിതന്മാരൊക്കെ. പക്ഷേ ഇത് തങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കാൻ ഉദ്ദേശിക്കുന്ന വിശ്വാസ ജീർണതയും അതിന്റെ ഉപോൽപ്പന്നമായി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ജാറങ്ങളെയും മൗലിദുകളെയും റാത്തീബുകളെയും വിർദുകളെയും നേർച്ചകളെയും ഉറൂസുകളെയും ചന്ദനക്കുടങ്ങളെയും അതുവഴി ഉണ്ടാക്കാൻ പോകുന്ന ദന്തഗോപുരങ്ങളെയും തകർത്തെറിയുന്ന സംഘമാണ് എന്ന് മനസ്സിലായപ്പോ ഇതിൽ നിന്ന് മാറിപ്പോയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. ഭിന്നിപ്പിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടങ്ങിയത് തന്നെ. അതിന്റെ പരിണിത ഫലമാണ് ഇക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കുറങ്ങാൻ സമയമില്ല, നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല.
ഈ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്കും പുതിയ കാലത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശിർക്കും ബിദ്അത്തും കടത്തിക്കൂട്ടാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും ആത്മീയ ചൂഷകനായി രംഗത്ത് വരാം. ഒരു പച്ച ഷാളും അതേപോലെ തന്നെ എന്തും പറയാൻ കഴിയുന്ന ഒരു നാവുമുണ്ടെങ്കിൽ ആർക്കും ഒരു തങ്ങളായി ആത്മീയ ചൂഷകനായി രംഗത്ത് വരാം. ഖുർആൻ പോലും മര്യാദക്ക് ഓതാൻ അറിഞ്ഞോളന്നില്ല. ആറ്റക്കോയന്റെ ഖുർആനൊക്കെ നിങ്ങളൊന്ന് കേട്ടു. എന്താണ് അയാളുടെ അവസ്ഥ ആലോചിച്ചു നോക്ക്. അയാൾക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ വന്ന് സ്ത്രീകൾ നടത്തിയ പരാമർശങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എന്നാലും അത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തും. അത്രയേറെ വിശ്വാസപരമായ ച്യുതി ഈ സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്നു. ഇത് തിരുത്താൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. കേരള ജമിയത്തുൽ ഉലമയുടെയും കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും പ്രവർത്തകന്മാർക്ക് മാത്രമേ ഇത് തിരുത്താൻ കഴിയൂ. കാരണം എറണാകുളം ജില്ലയിൽ ഈ ജിന്ന് വിവാദം നടത്തി കുറെ പണ്ഡിതന്മാര് പുറത്തു പോയതിനു ശേഷം ഒരു വാദപ്രതിവാദത്തിന്റെ വേദിയുണ്ടായി. ആ വാദപ്രതിവാദത്തിന്റെ വേദിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു മുസ്ലിയാര് ചോദിച്ചു, മൗലവിമാരെ, ഒരാള് പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നു, അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ മൗലവിമാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന്. അത് ആ കൂട്ടത്തിൽ സലാഹിമാരുണ്ട്, മദീനിമാരുണ്ട്, മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറി വന്നവരുണ്ട്. ഇവരൊക്കെ അടങ്ങിയ ആ മുജാഹിദുകളാണെന്ന് പറയുന്ന മൗലവിമാരോട് ചോദിച്ചിട്ട്, അതേ മുസ്ലിയാരെ, അത് ശിർക്കാണ് എന്ന് നട്ടെല്ല് നിവർത്തി തല ഉയർത്തി നെഞ്ചു വിരിച്ച് പറയാൻ ഒരാൾക്കും ധൈര്യമുണ്ടായില്ല എന്ന ദുഃഖകരമായ കാഴ്ച കണ്ടവരാണ് നമ്മൾ. ഈ പറഞ്ഞതുപോലെ ന്യായീകരണങ്ങൾ ചമച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് പണ്ഡിതന്മാരുടെ വചനങ്ങളെ ദുർവ്യാഖ്യാനിച്ച് ഫത്വകൾ ദുർവ്യാഖ്യാനിച്ച് ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നെഞ്ചൂക്കോടുകൂടി ഈ സമൂഹത്തിന്റെ മുന്നിൽ തൗഹീദ് പറയാൻ കഴിയുക? നമുക്ക് അത് സാധിക്കുകയുള്ളൂ. ഈ ശിർക്ക് കടന്നു വരുന്ന സമയത്ത് ഇതിൽ നിന്ന് മാറി നിന്നാൽ, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് ലഭിച്ച ഹിദായത്തിനുള്ള നന്ദികേടായി തീരും അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മളുടെ ആരുടെയെങ്കിലും കഴിവാണ് ഈ ഹിദായത്ത് എന്ന്? നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എന്റെ ബുദ്ധി ഉപയോഗിച്ച് എന്റെ ഇൽമു കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അല്ല. ഇത് സർവ്വലോക രക്ഷിതാവായ റബ്ബിന്റെ നിയമത്താ. ഞാൻ കൂടുതൽ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ശംസുൽ ഉലമ, ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളുള്ള ഉലമാ, പണ്ഡിതന്മാര്, അതേപോലെ തങ്ങന്മാര്, സാദാത്തുക്കൾ എന്ന് പറയപ്പെടുന്നവർ, കെട്ടിപ്പൊക്കിയ ഖബറുകളുടെ അടിയിൽ കിടക്കുന്നവർ, അല്ലേ, ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്നവർ, വർഷങ്ങളോളം പള്ളി ദർസുകളിൽ ചടഞ്ഞിരുന്ന് കിതാബ് ഓതിയിട്ടുണ്ട് എന്ന് പറയുന്നവർ, അറബി അറിയാത്തത് കൊണ്ടല്ല, ഖുർആനായത്ത് അറിയാത്തത് കൊണ്ടല്ല, തഫ്സീർ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകാത്തത് കൊണ്ടല്ല, ഹദീസുകൾ അറിയാത്തത് കൊണ്ടല്ല, സ്വഹീഹുൽ ബുഖാരി പഠിക്കാത്തത് കൊണ്ടല്ല, ഹദീസുകൾ വായിക്കാത്തത് കൊണ്ടല്ല. പക്ഷേ അതൊക്കെ പഠിച്ചിട്ടും അതൊക്കെ വായിച്ചിട്ടും അതൊക്കെ വായിക്കാനുള്ള ബുദ്ധിയും അറിവും കഴിവും ഉണ്ടായിട്ടും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, വിളിച്ചു തേടുന്നത് ശിർക്കാണ് എന്ന്. പതിറ്റാണ്ടുകൾ 1 2 കൊല്ലമല്ല, 10 15 20 30 ഒക്കെ കൊല്ലം തൗഹീദിന്റെ വേദികളിൽ പ്രഭാഷണങ്ങൾ നടത്തിയവർ, വിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതിയവർ, അറിയാത്തത് കൊണ്ടാണോ, വിവരമില്ലാത്തത് കൊണ്ടാണോ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാവുകയില്ല എന്ന വാദത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയത്?
പറയാൻ കഴിയോ എന്റെ അറിവാണ്, എന്റെ കഴിവാണ്, എന്റെ ബുദ്ധിയാണ് എനിക്ക് ഈ തൗഹീദി പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞത് എന്ന്? അല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹത്തിന് നാം നന്ദി രേഖപ്പെടുത്തണം. ആ നന്ദി രേഖപ്പെടുത്താനുള്ള വേദിയാണ് നമ്മളുടെ സംഘടനാ പ്രവർത്തനം. അതിനുവേണ്ടിയാണ് നാം ഈ തൗഹീദി പ്രബോധക സംഘത്തിന്റെ ഒപ്പം ചേർന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അതിന്റെ പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളായത്. 100 കൊല്ലം നമ്മുടെ പൂർവികന്മാർ ഈ സമൂഹത്തിൽ നടത്തിയ ചരിത്രപരമായ നവോത്ഥാനത്തെ കുറിച്ച്, ആദർശ നവോത്ഥാനത്തെ കുറിച്ച്, വൈജ്ഞാനിക, രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക നവോത്ഥാനങ്ങളെ കുറിച്ച് ഈ സമൂഹത്തോട് പറയാൻ 100 കൊല്ലത്തെ നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രൗഢിയും ഗരിമയും ഗാംഭീര്യവും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നവംബർ 16-ന് 4:30 മുതൽ നമ്മൾ എല്ലാവരും കോഴിക്കോട് കടപ്പുറത്തുണ്ടാകണം. നേരത്തെ തന്നെ പുറപ്പെടണം, നേരത്തെ തന്നെ എത്തിച്ചേരണം. പരിപാടി കഴിയുന്നത് വരെ നമ്മൾ എല്ലാവരും അവിടെ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഈ കൊച്ചു സംഘമെങ്ങാൻ പരാജയപ്പെടുകയാണെങ്കിൽ, അവർ തളർന്നു പോയാൽ, അവർ തകർന്നു പോയാൽ, റബ്ബേ, നിന്റെ തൗഹീദ് പറയാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ മറ്റൊരു സംഘമുണ്ടാവില്ല റഹ്മാൻ.